ഈ വീഡിയോയിൽ ഈ ഒരു ഗ്രീൻ ഏരിയാസ് എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ഞെക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാവിഞ്ചി റിസോൾവിലെ കളർ പേജിലുള്ള കളർ വാപ്പർ എന്താണെന്നുള്ളതാണ് കേട്ടോ. കളർ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത് കാണുന്ന ഓപ്ഷനാണ് കളർ വാപ്പർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 3 ടൂളുകളുണ്ട്. ഒന്നാമത്തെ ടൂളാണ് ക്രോമ വാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ടൂളുടെ ഇവിടെ ഉണ്ട് ഹ്യൂ സാച്ചുറേഷൻ ആണ്. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ക്രോമ ലൂമ. നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ക്രോമ വാപ്പ് എന്താണെന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് വലുതാക്കി വയ്ക്കാം. എന്നിട്ട് ഇവിടെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൂൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതിൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ആഡ് സ്ട്രോക്ക് നോർമൽ മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ആഡ് സ്ട്രോക്ക് പോയിന്റ് ടു പോയിന്റ് മോഡ് എന്ന് പറയുന്നതാണ്. മൂന്നാമത്തതാണ് പിൻ പോയിന്റ്, ആഡ് പിൻ പോയിന്റ്. സത്യത്തിൽ ഈ 3 നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ക്രോമ വാപ്പ് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അടുത്തത് അറിയാലോ, സെലക്ഷൻ. അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ളത്, അതായത് നമ്മളിവിടെ കൊണ്ടുവരുന്ന സെലക്ഷനൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൂൾ എടുത്തിട്ട് നമുക്കൊരു വീഡിയോയിലോട്ട് വരാം. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ ഒരു പിക്കർ ടൂളിൻ്റെ ഐക്കണായിട്ട് മാറും. അത് നമ്മളിങ്ങനെ വീഡിയോയിൽ എവിടെയൊക്കെ കൊണ്ടുപോയാലും ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൗസ് പോയിന്റ് കൊണ്ടുവയ്ക്കുന്ന ഭാഗത്തുള്ള കളർ ഈ ഗ്രാഫിൽ എവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരും. അതൊരു പോയിന്റ് അവിടെ കിടന്ന് ഇങ്ങനെ ഓടുന്ന കാണാം. കണ്ടോ, ഞാനിതിങ്ങനെ നീക്കുമ്പോൾ ഒരു പോയിന്റ് ഇടുന്ന് ഓടുന്നുണ്ടോ? ആ പോയിന്റ് ഓടുന്നത് നമ്മൾ ഈ ഒരു മൗസ് പോയിന്റ് ഏതൊക്കെ കളറിൻ്റെ മണ്ടയിലാണോ കൊണ്ടുവയ്ക്കുന്നത് അത് ഗ്രാഫിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. നോക്കിക്കോ, ഞാൻ ഈ ഒരു ലിപ്പിൻ്റെ ഭാഗത്ത് കൊണ്ടുപോകുമ്പോൾ കണ്ടോ റെഡിലോട്ട് പതുക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഗ്രീൻ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീനിനെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രീൻ ഏരിയയിൽ കൊണ്ടുപോയി ഈ ഒരു പിക്കർ ടൂൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഗ്രാഫിൽ അവിടെ ഒരു പോയിന്റ് വന്നത് കാണാം. ആ ഒരു പോയിന്റിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക് വരുന്ന കാണാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു കളറ് ചേഞ്ച് ആവുന്നത് കാണാം. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഗ്രീനിൻ്റെ കളറ് ചേഞ്ച് ആവുന്നതും കാണാം. കണ്ടോ, സത്യത്തിൽ ഹ്യൂ ആണ് അഡ്ജസ്റ്റ് ആവുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ കണ്ടോ ഹ്യൂ അഡ്ജസ്റ്റ് ആയി അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. കണ്ടോ, അപ്പോൾ നമുക്ക് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്രീനിലോട്ട് ഇൻക്രീസ് ചെയ്യും തോറും സാച്ചുറേഷൻ ഹൈയിലോട്ട് പോകും, ഭയങ്കര ഹൈ ആയിട്ട് വരും. തിരിച്ച് നമ്മൾ റിവേഴ്സ് ഈ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടോ, നടുക്ക് സെൻറ്റർ പോയിന്റിലൊരു വട്ടം കണ്ടോ ചെറിയ, അതിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ സാച്ചുറേഷൻ കട്ടായി വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു നീലയുടെ ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് റിലീസ് ചെയ്യാണ് കേട്ടോ. റിലീസ് ചെയ്തപ്പോൾ അവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗത്ത് നിന്നും നമ്മൾ ഇങ്ങനെ വലിച്ച് അതിനെ എവിടെ കൊണ്ടുവച്ചു, പോയിന്റ് കൊണ്ട് നിർത്തിയത് നമ്മൾ ബ്ലൂവിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂളിനുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റൗണ്ട് കണ്ടോ, ഈ റൗണ്ടിനകത്ത് വന്നിട്ടുള്ള, അതായത് ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ഈ റൗണ്ടിനകത്ത് വന്നിട്ടുള്ള എല്ലാ കളറുകളും ഇങ്ങോട്ട് ഷിഫ്റ്റായി കളർ മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രീൻ ചേഞ്ച് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഷർട്ടിൻ്റെ കളറും ചേഞ്ചായി. കണ്ടോ, ഡ്രസ്സിൻ്റെ കളറും ചേഞ്ചായി അതിലോട്ട് വന്നില്ലേ? കാരണം ഈ ഡ്രസ്സിൻ്റെ കളർ ഞാൻ മൗസ് പോയിന്റ് കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെയാണ് വരുന്നതെന്ന്. കണ്ടോ, ഡ്രസ്സിൻ്റെ കളറ് ആ ഒരു സെലക്ഷൻ അകത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കളറും ചേഞ്ചായിപ്പോയി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ടൂൾ തന്നിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് മോഡാണ്. അതായത് നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള കളർ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് മറ്റേതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. അതങ്ങ് ഡിലീറ്റ് ചെയ്തേ. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ നിന്നല്ലേ നമ്മൾ പോയിന്റ് എടുത്തത്, ഇവിടെയും പോയിന്റ് ഇടാം, വീഡിയോയിലും പോയിന്റ് ഇടാം കേട്ടോ. ഞാൻ എങ്കിൽ അത് കണക്ക് തന്നെ ചെയ്യാം. വീഡിയോയിലൊരു ഗ്രീൻ കണ്ടുപിടിച്ചിട്ട് ഒരു പോയിന്റ് ഇട്ടു. പോയിന്റ് ഇട്ടിട്ട് പതുക്കെ നേരത്തെ ചെയ്ത പോലെ സെൻറ്ററിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ബ്ലൂവിൻ്റെ ഏരിയയിലോട്ട് വയ്ക്കുകയാണ്. ഈ ബ്ലൂവിൻ്റെ ഏരിയയിലോട്ട് വെച്ചെങ്കിലും നിങ്ങൾ ഈ ഡ്രസ്സ് ഇപ്പം നോക്കിയേ, ഡ്രസ്സ് അതേ കളറിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സെലക്ഷൻ എവിടെ കിടക്കുന്നത് നോക്കിയേ. നമ്മൾ എവിടെയാണോ ആദ്യത്തെ പോയിന്റ് സെലക്ഷൻ കൊടുത്തത്, ചേഞ്ച് ചെയ്യേണ്ട ഭാഗം എവിടെയാണോ ക്ലിക്ക് ചെയ്തത്, അതിൻ്റെ ചുറ്റുമാണ് ഈ ഒരു സെലക്ഷൻ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ ഡ്രസ്സ് ഏരിയ എവിടെയാണ്? ഡ്രസ്സ് ഏരിയ അവിടെ എത്തിയിട്ടില്ല. ഇത് നോക്കിയേ, ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ഇതിൻ്റെ തൊട്ടടുത്താണ് ഡ്രസ്സിൻ്റെ ഏരിയ കിടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചെറിയ രീതിയിൽ
ഡ്രസ്സ് ഇതിൽ എഫക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ വലിയ രീതിയിലായിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് ഇവിടെ ഈ സ്ട്രോക്ക് എന്നും പറഞ്ഞ് ഈ വലത് സൈഡിൽ കാണാം, അതിൻ്റെ താഴെ ക്രോമ റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഇങ്ങനെ ചെറുതായി വരും. അത് മറ്റേതിലും അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ കുറഞ്ഞു വരും. മനസ്സിലായോ? ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ അവിടെ ഈ പോയിൻ്റ് ഉണ്ട് വെച്ച് നോക്കിയേ, കണ്ടോ? ആ ഒരു ഏരിയയിൽ നിന്ന് ഡ്രസ്സിൻ്റെ കളർ പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ എഫക്റ്റ് ആയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കളർ മാറിപ്പോകുന്നല്ലേ. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ് ഞാൻ. നോക്കിക്കോളൂ, റേഞ്ച് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് പതുക്കെ എന്ത് പറ്റി, നമ്മുടെ ഡ്രസ്സും കൂടി എഫക്റ്റ് ആയി തുടങ്ങി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഈ മൂന്നാമത്തെ ടൂള്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിൻ പോയിൻ്റ് എന്നുള്ള ഈ ഒരു ടൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഏത് ഭാഗത്തുള്ള കളറാണോ അതുപോലെ നിൽക്കേണ്ടത് നമ്മൾ ഈ ചേഞ്ചസ് വരുത്തുമ്പോൾ, അതായത് നമ്മളിവിടെ ചേഞ്ച് വരുത്തിയില്ലേ, ഈ ചേഞ്ചിൽ എഫക്റ്റ് ആവാതെ സെയിം എന്താണോ കളർ മുമ്പ് ഉണ്ടായിരുന്നത് അവിടെ അതേ കണക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിൻ പോയിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു കളറുള്ള ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം. നോക്കിയോ, ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ ഒരു പോയിൻ്റ് വന്നില്ലേ. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയാലും, ഈ ഗ്രാഫിൽ വരുത്തിയാലും, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത ആ അത്രയും ഭാഗത്തെ കളർ, ഈ ഒരു പോയിന്റ് ചുറ്റുമുള്ള റൗണ്ട് കണ്ടോ, ഇത്രയും ഭാഗത്തുള്ള കളറിൽ ഈ ഒരു ചേഞ്ച് എഫക്റ്റ് ആവില്ല. മനസ്സിലായോ? അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ റേഞ്ച് കൂടുന്നതിനനുസരിച്ച് അത്രയും മാത്രം കളറുകൾ അതിനകത്ത് വരും. മനസ്സിലായോ? അപ്പോൾ അത്രയും ഭാഗം എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ നമ്മൾ എവിടെയൊക്കെ പിൻ ചെയ്യോ അവിടുത്തെ കളറുകളൊന്നും മാറത്തില്ല. അതിനാണ് ഈ ഒരു പിൻ പോയിന്റ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇവിടെ ടോണൽ റേഞ്ച് ലോ ഉണ്ട്, ടോണൽ റേഞ്ച് ഹൈ ഉണ്ട്, അതുപോലെ തന്നെ റേഞ്ചിൻ്റെ പിവറ്റ് ഉണ്ട്, അതുപോലെ എക്സ്പോഷർ ഉണ്ട്. അത് ഈ എക്സ്പോഷർ പറയാം. എക്സ്പോഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ സെലക്ട് ചെയ്ത കളർ റേഞ്ച് നമുക്ക് അതിൻ്റെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ, ഞാൻ ഇവിടെ കുറച്ച് കാണിച്ചു തരാം. നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം എക്സ്പോഷർ കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ പറ്റും കേട്ടോ. ഈ ഒരു ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിക്കോളും. അപ്പോൾ അതിനാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ടോണൽ റേഞ്ച് ലോയും ഹൈയും എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഈ ലോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിലെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കുറച്ച് ഏരിയയില്ലേ, ഈ ഏരിയയിൽ ലൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളെയാണ് ലോ കൊണ്ടും, ഹൈ എന്ന് പറയുന്നത് ലൈറ്റ് കൂടിയ ഏരിയ, ഈ കളർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കളറിൽ ലൈറ്റ് കൂടിയ ഏരിയയെ ഈ ഹൈ കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഫുൾ അങ്ങ് കൂട്ടി വെച്ചിരിക്കുകയാണ് മുകളിലോട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്താലും ഈ സെലക്ട് ചെയ്ത ഏരിയയിൽ നമ്മൾ ഇവിടെ എന്ത് ഗ്രാഫിൽ അഡ്ജസ്റ്റ് ചെയ്താലും അത് ഫുൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ലൈറ്റ് കുറഞ്ഞ ഭാഗത്ത് അധികം എഫക്റ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ, അത് ഡാർക്കായിട്ടുള്ള ഏരിയസിൽ അത്ര എഫക്റ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന റേഞ്ച് ലോ ഇല്ലേ, ഇത് പതുക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഡാർക്കായിട്ടുള്ള ഏരിയാസിൽ അത്രയും എഫക്റ്റ് ചെയ്യില്ല. ഞാൻ ഇവിടെ കുറച്ച് കാണിച്ചു തരാവേ. ഇനി ഒരു പോയിൻ്റ് പിടിച്ച് മൈനസ് ചെയ്യാണ്. അപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഏരിയയിലുള്ള ആ കളറുകളെല്ലാം കുറഞ്ഞ് താഴോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോഴും ഹൈ ആയിട്ടുള്ള ഏരിയാസിൽ ഇവിടെയൊക്കെ ലൈറ്റ് ഇപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത അതേ കളർ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ലോയിൽ മാത്രമാണ് കുറഞ്ഞു വരുന്നത്. ഇനി ഞാൻ ഈ ഹൈയും കൂടെ ഒന്ന് കുറച്ച് തരാം. കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ആയിരുന്നു ഹൈ, ഇവിടെ ഹൈ ലൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഏരിയ നമ്മൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തപ്പോഴാണ് അവിടെ കുറഞ്ഞത്. ഞാൻ ഇത് ജസ്റ്റ് തിരിച്ചാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നോക്കിക്കോളൂ, കണ്ടോ ആ ഒരു ഏരിയ ഉണ്ടോ, ആ ഒരു ഏരിയയിൽ ലൈറ്റ് കൂടിയ ഏരിയയാണ്. അവിടെ ഈ ഒരു ഹൈ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹൈ ലൈറ്റ് ഉള്ള ഏരിയയിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇത് സംഭവം ബാധിക്കില്ല, ഈ ഒരു ഗ്രേഡ് ബാധിക്കില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ലൈറ്റ് കുറവുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ, വീഡിയോയിലെന്ന് പറയുന്നത് ഈ ഒരു കളർ ഗ്രേഡ് ചെയ്ത ഭാഗങ്ങളിൽ ലൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ടോണൽ റേഞ്ച് വെച്ചിട്ടാണ്. മനസ്സിലായോ? ഹൈ റേഞ്ച് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് ഉള്ള ഏരിയാസ് എത്രമാത്രം ഈ ഒരു കളർ ഗ്രേഡ് ബാധിക്കണം എന്നുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇതൊന്നും അല്ലാതെ വേറൊരു സംഭവം കൂടി നോക്കാറുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉണ്ടോ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 2 ടൂളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഈ പോയിന്റ് ടൂൾ വേണ്ട, നമുക്ക് ഇതിട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആദ്യത്തെ നോർമൽ മോഡിട്ടാണ് വരയ്ക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ടൂൾ പിന്നും എടുത്ത് വരയ്ക്കേണ്ട. അതിന് പകരമായിട്ട് ഈ ഒരു വരച്ചതിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ
ഇവിടെ വന്നിട്ട് ഏത് ടൂളാണോ നമുക്ക് ആക്കേണ്ടത് അതിവിടെ 2 ടൂളും കാണാം. അപ്പോൾ നോർമൽ മോഡാണ് ആദ്യം കിടക്കുന്നത്, രണ്ടാമത്തത് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പോയിൻ്റാണ് ഓൾറെഡി വരച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതിവിടെ കത്തിക്കിടക്കുന്നത്. അപ്പോൾ ഇത് ലൈറ്റ് അണഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ആദ്യത്തെ നോർമൽ ടൂളായിട്ട് മാറും. ഇപ്പോൾ നോർമൽ ടൂളിട്ടാണ് നിങ്ങൾ ആദ്യം വരച്ചതെങ്കിൽ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ടൂളിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് എന്നുള്ള ഈ ഒരു മോഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ടൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനാണ്, ഓൾറെഡി വരച്ച ടൂളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സത്യത്തിൽ നമ്മളിവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട് ഗ്രാഫിൽ, സെൻറ്റർ പോയിൻറ്റിൽ നിന്നും എഡ്ജസിലോട്ട് പോകുന്നതോടുകൂടി ഈ ഒരു സെലക്ട് ചെയ്ത കളറിൻ്റെ സാച്ചുറേഷൻ കൂടി പോവുകയും തിരിച്ച് ആ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് വരുമ്പോൾ സാച്ചുറേഷൻ കട്ടായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് 2 ടൂളുകളുണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ ടൈം ഇനിയും ഒരുപാടാവും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്രോമ വാപ്പ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തടുത്ത വീഡിയോയിൽ നമുക്കിത് ബാക്കിയൂടെ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.